ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഗതാഗത കമ്മീഷന്റെ സർക്കുലർ ശരിവെക്കുകയായിരുന്നു ഹൈക്കോടതി. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് അസന്നിഗ്ധമായി ഹൈക്കോടതി പറയുന്നു. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് തിരിച്ചടി നൽകുന്ന ഒരു തീരുമാനമാണ് ഇന്ന് ഹൈക്കോടതി കൈക്കൊള്ളുകയും ചെയ്തത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ഒരു നിലപാടാണെന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത്. നേരത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സംബന്ധിച്ച ഒരു സർക്കുലർ, ആദിൽ പാലോട് സൂചിപ്പിച്ച സർക്കുലർ സംസ്ഥാന ഗതാഗത വകുപ്പ് കമ്മീഷനാണ് പുറത്തിറക്കിയത്. ഈ സർക്കുലർ ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ തീരുമാനം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സർക്കുലറിന് സ്റ്റേ ഇല്ല എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സ്റ്റേ വേണമെന്ന ഡ്രൈവിംഗ് പരിശീലകരുടെ ആവശ്യം ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ്, ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് അധ്യക്ഷനായ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. ഈ ഇന്നത്തെ തീരുമാനമനുസരിച്ച്, ഹൈക്കോടതിയുടെ തീരുമാനമനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉൾപ്പെടെ പരിഷ്കരണ നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകുകയും ചെയ്യാം. നേരത്തെ ഒരു കൂട്ടം ഡ്രൈവിംഗ് സ്കൂളുകളും പരിശീലകരുമാണ് ഇത്തരമൊരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. ഡ്രൈവിംഗ് ടെസ്റ്റിന് പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തിയ സർക്കാരിന്റെ തീരുമാനം ഏകപക്ഷീയമാണ് എന്നായിരുന്നു ഹർജിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. മാത്രമല്ല, നിയമവിരുദ്ധമായ ഉത്തരവ് റദ്ദാക്കണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഹർജിക്കാർ ഉന്നയിച്ചിരുന്നു. ഇതിന്മേൽ പക്ഷേ ഈ സ്റ്റേ വേണമെന്ന ആവശ്യം തള്ളിയെങ്കിലും ഈ ഹർജിയിൽ ഹൈക്കോടതി പിന്നീട് വിശദമായ വാദം കേൾക്കും. ശരി, ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റാണ് വിവരങ്ങൾ നൽകിയത്.